ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കർമ്മ റോഡിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പൊന്നാനി ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. April 7 മുതലാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 റുപ്പീസാണ് കേട്ടോ. അത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ബാധകമാണ്. പിന്നെ ഈ ഒരു ഫെസ്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിൽ മീനുകളൊക്കെ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ആ മീനുകളുടെ പേരുകളും സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശുദ്ധജലത്തിലെ ഏറ്റവും വലിയ ഫിഷായിട്ടുള്ള അരാപ്പയ്മ മുതൽ ചെറിയ ചെറിയ കളർ ഫിഷ് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഫിഷുകളെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ അക്വേറിയത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആളുകൾക്ക് നടന്ന് കാണാനുള്ള തരത്തിലുള്ള സെറ്റിങ്സ് ഒക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് എല്ലാ അക്വേറിയങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ പെറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ എത്തുന്നത്. അപ്പോൾ ഒരുപാട് പെറ്റ് ആനിമൽസും ബേർഡ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ആനിമൽസിനെക്കാളിലും കൂടുതലായിട്ട് ഇവിടെ ബേർഡ്സാണ് കേട്ടോ ഉള്ളത്. അതിലൊരുപാട് തരത്തിലുള്ള ഇതുപോലത്തെ കോഴികൾ ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ പീജിയൻസ് ആണ് കേട്ടോ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലതരത്തിലും വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പെറ്റ്സിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാളുകളാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റാളുകളൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യത്തിന് ഉള്ള ആവശ്യത്തിനുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കിഡ്സിനും അഡൾട്ട്സിനുള്ള റൈഡുകളുടെ ഒരു ഷോ ആണ് കേട്ടോ പിന്നെ ഉള്ളത്. അതിൽ അത്യാവശ്യം നല്ല അടിപൊളി റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും ഒരു ചാർജ് ഇവർ ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പൊന്നാനി ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഷോ തുടങ്ങുന്നത് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്